സീറ്റ് ബെൽറ്റ് ഇട്. ജസ്റ്റ് ഡ്രൈവ് മാൻ. ഈ സാധനത്തിൻ്റെ AC ഒന്നും വർക്ക് ചെയ്യില്ലേ? മനുഷ്യനെ ചൂടെടുത്തിട്ട് ചെയ്യുക. എന്താടോ തനിക്ക് ആ കഥ പറയാത്തതിൻ്റെ ദേഷ്യമാണോ? എന്താ കേസിലെ ഡീറ്റെയിലൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ? ഐ നോ പേഴ്സിലേക്ക്. സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞല്ലേ? Now, let me make myself very clear to you. Firstly, ഞാനൊരു വക്കീലാണ്, നിന്റെ വേലക്കാരനല്ല. സെക്കൻഡ്ലി, ഒരു പെൺകുട്ടി നിന്റെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. നിന്റെ ഈ ചെറിയ തലയിലെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. യു വിൽ റിയലൈസ് ദിസ് ഇസ് എ ബിഗ് മെസ്. നിന്നെ എനിക്ക് കുറച്ച് നേരത്തെ പരിചയമുള്ളൂ. ബട്ട് ഐ ക്യാൻ ടെൽ യു വോണ്ട് സർവൈവ് ജയിൽ. നീ എവിടുന്ന് ജീവനോടെ തിരിച്ചു വരില്ല. ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എനിക്കേ പറ്റൂ. സോ യു ആർ അറ്റ് മൈ മേഴ്സി. ഞാൻ ഈ കേസിനെ കുറിച്ച് പല ചോദ്യങ്ങളും ചോദിക്കും. അതിനെല്ലാം നീ സത്യസന്ധമായി ഉത്തരം പറയും. മനസ്സിലായോ? ഗുഡ്. ഇനി പറ, ആ കുട്ടി എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്? അച്ഛനിത് വെറും ഒരു ബിസിനസ് ഡീലാ. എൻ്റെ ഇഷ്ടമൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. ആ പെണ്ണ് ഞാൻ കെട്ടിയില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് ആ പെണ്ണിന് ഇഷ്ടമായിട്ടല്ല. അത്രേ ഉള്ളൂ? പരിപാടികളെല്ലാം കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കപ്പിൾ ഓഫ് ടൈംസോ? ആ പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ല. ഇഫ് യു ഹാഡ് സെക്സ്, അത് അവളുടെ സമ്മതത്തോടെ ആയിരുന്നെങ്കിലും ഇറ്റ്സ് മൊളസ്റ്റിംഗ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പീഡനം. അറിയാലോ, ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത്, ചെലവ് കൂടും. എന്നറിയിക്കോ? നീ